നമസ്കാരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന പരമ്പരയുടെ അതിമനോഹരമായ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ആക്കുളത്തുള്ള ടൂറിസ്റ്റ് വില്ലേജിലാണ്. ട്രിവാൻഡ്രത്തു നിന്ന് 5 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ എത്താൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഞങ്ങൾ രാവിലെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഇതിങ്ങനെ ഒരു ട്രെയിനൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഏരിയ മൊത്തം കൊണ്ടുവന്ന് കറക്കി കാണിക്കുന്നതുണ്ട്. മാത്രമല്ല ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, പെഡൽ ബോട്ടിൻ്റെ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ പലരും ഇത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്ത് ഉണ്ട് എന്നുള്ളതാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഇത് കാണുന്ന കണക്ക് ഫുഡ് മസാജറുണ്ട്, ആളുകൾക്ക് പോയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട്. ഇത് കുട്ടികൾക്ക് വന്നിട്ട് കളിക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിമനോഹരമായിട്ടാണ് അവർ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ കണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ആക്ടിവിറ്റീസ്. നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ടല്ലേ രാവിലെ എക്സസൈസ് ചെയ്യുന്നത്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതുണ്ട്. ഇതുണ്ട്, നമുക്ക് സൈക്ലിംഗ് ഉണ്ട്. അപ്പം എങ്ങനെ വന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എക്സസൈസ് എടുക്കാം, അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിൽ കയറി സൈക്ലിംഗ് ചെയ്യാം. ഈ കാണുന്ന അവിടെ പെഡൽ ബോട്ട്സ് ഉണ്ട്. പെഡൽ ബോട്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻജോയ്മെൻ്റാണ്. രണ്ടുപേരും ഇരുന്നിട്ട് ചവിട്ടി ഇവിടെ എല്ലാം ഒന്ന് കറങ്ങി തിരിച്ചു വരാൻ പറ്റും. ഇതിനകത്ത് വന്നാൽ ഇവിടെ എത്ര ചൂടുള്ള സമയത്ത് വന്നാലും നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്ന കണക്കാണ്. ഇത് മുളയാണ്. അത് ശരിക്കും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് മുള വളർത്തിയിരിക്കുന്നത് കൊണ്ട് ഇവിടെ നല്ല ഒരു തണലും നല്ലൊരു അറ്റ്മോസ്ഫിയറുമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഒരുപക്ഷെ ഞാനിവിടെ ആദ്യമായിട്ടാണ് വന്നിട്ട്. ട്രിവാൻഡ്രത്താണെങ്കിൽ തന്നെ ഉണ്ടല്ലോ. ആക്കുളത്ത് ഇതിനകത്തോട്ട് കയറിയിട്ടില്ല. പോകുമ്പോൾ എന്തൊക്കെയോ ഇവിടെ കാണുന്നുണ്ടെന്നുള്ളതല്ലാതെ, പക്ഷെ ഇതിനകത്ത് വന്നാലുള്ള സംവിധാനങ്ങളും അറിഞ്ഞിരിക്കണ്ടേ. ഫിഷ് സ്പാ, നമ്മൾ കാല് വെച്ച് കൊടുത്താൽ ഫിഷുകൾ വന്നിട്ട് നമ്മളെ കാലിലെല്ലാം ഈ ഡെഡ് സ്കിന്നെല്ലാം ക്ലീൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫിഷ് സ്പാ. അതും ഇവിടെ മറ്റൊരു ആകർഷണമാണ്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ മറ്റൊരു അട്രാക്ഷനാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ആ ഗ്ലാസ് ബ്രിഡ്ജിന് കയറാൻ പ്രത്യേക ചാർജൊക്കെ ഉണ്ട്. അഡൽട്ടിന് 200 രൂപയും കുട്ടികൾക്ക് 150 രൂപയും. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കാശ് കൊടുക്കണ്ട. ഇതാണ് ഇവിടുത്തെ ഇത്. പക്ഷേ ഇതൊരു അഡ്വഞ്ചറാണ്. ഇവിടെ പുതുതായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. എല്ലാവരും വരുമ്പോൾ വന്ന് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് വരുമ്പോൾ ഇതൊന്ന് അഡ്വഞ്ചർ ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. ഏതായാലും ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറുകയാണ്. കയറുമ്പോൾ തന്നെ ഇവിടെ നിന്ന് വെള്ളമൊക്കെ അടിക്കുന്ന ഒരു ഫീലുണ്ട്. മാത്രമല്ല ഇവിടം വരെ ഇത് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ്സിലേക്ക് കയറുകയാണ്. എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. എന്നാലും നമ്മൾ ഷൂ എല്ലാം അവിടെ ഊരിയിട്ടിട്ടാണ് ഇതിലൂടെ നടക്കാനുള്ളത്. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇത്രയും സംവിധാനങ്ങൾ നമ്മളെ ട്രിവാൻഡ്രത്ത് തന്നെ ഒരുക്കിയിരിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയും നാൾ നമ്മൾ ഏരിയയിലൊക്കെ ഉണ്ടായിട്ട് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു ഇതൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളതുണ്ടല്ലോ. ഇത് അതിമനോഹരമായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. ശരിക്കും സേഫ്റ്റി കൺസേണോടുകൂടി തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. പകൽ നല്ല തിരക്ക് വരുന്ന സമയത്ത് ഇവർ ലിമിറ്റഡ് ആൾക്കാരെ ഇങ്ങോട്ട് വിടുന്നുള്ളൂ. അതായത് 10-20 ആൾക്കാർ പോയി കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം മാത്രമേ അടുത്ത ഗ്രൂപ്പിനെ ഇങ്ങോട്ട് കയറ്റുന്നുള്ളൂ.
നല്ല തിരക്കുള്ള സമയത്താണെങ്കിൽ അവരൊരു 10 മിനിറ്റാണ് ഇതിന് മാക്സിമം അനുവദിക്കുന്നത്. തിരക്കില്ലാത്ത സമയത്താണെങ്കിൽ അവർക്കിങ്ങനെ ടൈം റെസ്ട്രിക്ഷൻ ഒന്നും പറയാറില്ല. ആൾക്കാർക്ക് എത്ര വേണമെങ്കിലും ഇവിടെ വന്ന് നിന്നിട്ട് ആസ്വദിച്ചിട്ട് പോകുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ട്രിവാൻഡ്രത്തിൻ്റെ നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് കാണാം. അതോടൊപ്പം നമുക്ക് ഈ കാണുന്ന ബിൽഡിങ്ങുകൾ, ലുലു മാൾ ഇവിടെ നിന്ന് കാണാം. അപ്പോഴാണ് ആലോചിച്ചത് നമുക്ക് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെ മാറ്റിയ ഒരു കാര്യമാണ് ലുലു മോൾ എന്ന് പറയുന്നത്. നമുക്കിത് കഴിഞ്ഞിട്ട് ലുലു മോളിലും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. നമുക്കിവിടെ താഴെ കാണുന്നതാണ് എയർഫോഴ്സിൻ്റെ മ്യൂസിയം. അതൊരു പ്ലെയിൻ്റെ മോഡലിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂള് കാണാം, പിന്നെ പെഡൽ ബോട്ടിൻ്റെ നദി എല്ലാം കാണാൻ പറ്റും. മാത്രമല്ല ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജിന് 53 മീറ്റർ നീളമാണുള്ളത്. 70 അടി പൊക്കത്തിലാണ് ഇത് നിൽക്കുന്നത്. മാത്രമല്ല ഇത് സ്ട്രക്ചർ ശരിയാക്കി എടുക്കാൻ വേണ്ടി 1.5 വർഷത്തോളം എടുത്തു എന്നുള്ളതാണ്. അത്രയും സ്ട്രോങ് ആയിട്ടാണ്, നല്ല 2-3 ലെയറിൽ ഗ്ലാസ്സൊക്കെ വെച്ചിട്ടാണ് അത്രയും സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് സാധാരണ ഈ ഗ്ലാസ്സിലൊക്കെ കയറുമ്പോൾ പേടിയുള്ളതാണ്, എനിക്ക് പോലും പേടിയില്ല. അപ്പോൾ അതുകൊണ്ട് ആർക്ക് വന്നാലും ഇതിനകത്ത് വന്ന് ഇതിൻ്റെ മുകളിൽ കയറി രാവിലെയും വൈകിട്ടും വരുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. 8 മണി വരെ ഇത് ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലൈറ്റിങ്ങോടുകൂടി കാണുന്നത് ഇതിനേക്കാൾ അതിമനോഹരമായി. ഒരു സമയത്ത് 20 ആൾക്കാരെയാണ് ഇതിനകത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. സാധാരണ 10 മിനിറ്റാണ് അവർ അനുവദിക്കുന്നത്. തിരക്കുള്ള സമയത്ത് 10 മിനിറ്റ്. തിരക്കില്ലെങ്കിൽ അങ്ങനെ വലിയ സ്ട്രിക്റ്റ് ഒന്നുമല്ല. അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനും വ്യൂസൊക്കെ ആസ്വദിക്കാനുമുള്ള അവസരവും അവർ ഒരുക്കിയിട്ടുണ്ട്. ഈ വൈകുന്നേരം എന്ന് പറയുന്നത് 8 മണി വരെ ഉള്ളത് വളരെ അഡ്വാൻറ്റേജാണ്. സാധാരണ അട്രാക്ഷൻസ് എല്ലാം 5 മണിക്ക് പൂട്ടിയിട്ട് പോകുന്നതാണ്. ഇതങ്ങനെയൊന്നുമല്ല, ഇത് 8 മണി വരെ ഉണ്ട്. രാവിലെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ 8 മണി വരെ ഇവിടെ ഇതെല്ലാം ബോട്ടിങ്, കയാക്കിങ്, സ്വിമ്മിങ് ഇതെല്ലാം ചെയ്യാൻ ഒരു ഹോൾ ഡേ വേണ്ടേ? അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഈ ഫെസിലിറ്റീസ് ഒന്ന് ആസ്വദിക്കണം. മാത്രമല്ല ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ ഡെക്കറേഷൻ തന്നെ അവർ റെഗുലറായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. ഈ ബൾബിൻ്റെതും പല മോഡലാക്കിയിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും വന്നാലും നമുക്കൊരു വ്യത്യസ്തത ഫീൽ ചെയ്യും. മാത്രമല്ല ഇത് രാത്രി 8 മണി വരെ ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റിങ്ങോടുകൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. രാവിലെ 10 മണിക്ക് ഇവിടെ തുടങ്ങുന്നത് ഒരു 10-10:30 ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയ മൊത്തം കാണാനും ഇടയ്ക്ക് ഇതിനകത്ത് വന്ന് ഈ പ്രകൃതി ആസ്വദിക്കാനും. 8 മണി എന്നൊക്കെ പറയുമ്പോൾ നല്ല ഡാർക്കാവുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ഒരു 7 മണിക്ക് 8 മണിക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഈ ഏരിയയിലൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഇത്രയും സംവിധാനങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുമ്പോൾ നമ്മളത് ശരിക്കും ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. ഇവിടെ വന്നാൽ മറ്റൊരു അഡ്വഞ്ചറാണ് ഈ സിപ്പ് ലൈൻ. നമ്മൾക്ക് ഇവിടെ ഒരാൾ വന്നു നിന്ന് കഴിഞ്ഞാൽ അവരെല്ലാം അതിൽ വേറെ ഒന്നും സാധനമൊന്നുമില്ല, നമ്മൾ തന്നെ ഒന്ന് കെട്ടി അങ്ങ് ഇരുത്തിയിട്ട് ഈ സിപ്പ് ലൈൻ വഴി ഈ നദിയുടെ അക്കര കൊണ്ട് എത്തിക്കുന്ന അതാണ് സിപ്പ് ലൈൻ. അതുകൂടാതെ മറ്റൊരു അഡ്വഞ്ചർ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ സൈക്ലിംഗ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടെ കേബിളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് സൈക്കിൾ ഇരുന്നിട്ട് മുകളിൽ കൂടെ കേബിൾ ഇട്ട് നമ്മൾ ഇവിടെ നിന്ന് അവിടെ വരെ സൈക്ലിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഇവിടുത്തെ എന്ന് വെച്ചാൽ ഇത് ഓരോന്നിനും ഓരോ എൻട്രി ഫീ ആണെന്നുള്ളതേ ഉള്ളൂ. ഓരോ കാര്യം ചെയ്യുന്നതിനും പ്രത്യേകം നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അഡ്വഞ്ചർ മാത്രമല്ല, ഇവിടുത്തെ ഒരുപാട് ഗെയിമിംഗ് ഏരിയാസൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോയ കുട്ടികൾക്ക് ഉള്ളതുണ്ട്. പിന്നെ 12D സിനിമയുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതും കൂടെ നമുക്ക് കണ്ടിട്ട് പോവാം.
നമ്മൾ ഇവിടുത്തെ ഷൂട്ടിംഗ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എത്രത്തോളം ആക്യുറേറ്റായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതുണ്ടല്ലോ. 5 എണ്ണം തരും. 100 രൂപയാണ് ഇതിൻ്റെ ചാർജ്. ഇതാണല്ലേ? ഷോൾഡറിൽ തിരിച്ചു അടിക്കുമോ? അടിക്കാം അറിയാം. ഓക്കെ. കൊണ്ടാ ഈ ബോളിലാണ് അടിക്കുള്ളൂ. ഞാൻ മറ്റേ കോർണറിലാണ് അടിച്ചത്. ഇപ്പം അടിച്ചിട്ട് നോക്കിക്കോ. ഞാൻ നേരത്തെ വേറെ സ്ഥലത്തായിപ്പോയി ഫോക്കസ് ചെയ്തത്. കൊണ്ടില്ല. അങ്ങോട്ട് വരുമ്പോൾ ബോൾ മാറിക്കളയുന്നു കേട്ടോ. 5 എണ്ണം അടിച്ചു. നമുക്ക് പറ്റിയ പണിയല്ല ഇത്. ഇതാ നിങ്ങൾ വെച്ചോ. ഒന്നുകിൽ ഈ ഗൺ ശരിയല്ല, അല്ലെങ്കിൽ ആ ബോൾ ശരിയല്ല. 5 എണ്ണം അടിച്ചിട്ടും കിട്ടിയില്ല. ഒട്ടും നമുക്ക് പറ്റിയ പണിയല്ല ഗൺ ഷൂട്ടിംഗ് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. പക്ഷേ എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളതാണ് മനസ്സിലായത്. ട്രിവാൻഡ്രം സന്ദർശിക്കുന്ന സമയത്ത് ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. അഡ്വഞ്ചറും നേച്ചറും എല്ലാം ഒരുമിച്ച് ഇടകലർന്ന് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഏതായാലും ഈ ടൂറിസ്റ്റ് വില്ലേജിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ഇനിയൊരു മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നമ്മളിന്ന് വൈകുന്നേരത്ത് ടെക്നോ പാർക്കിനടുത്തുള്ള കഴക്കൂട്ടത്ത് ഇടുക്കി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ ഞാൻ മുമ്പ് ഒരിക്കൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ഫിഷ് കാണിച്ചു കൊടുത്തിട്ട് അത് കുക്ക് ചെയ്ത് അതിനോടൊപ്പം അപ്പമോ ഇഡ്ഡലിയോ ഇടിയപ്പമോ അല്ലെങ്കിൽ പൊറോട്ടയോ ചപ്പാത്തിയോ ഏതെങ്കിലും കൂടെ ചേർത്ത് കഴിക്കാവുന്ന നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഏതെല്ലാം ഫിഷ് തൽക്കാലം അവൈലബിൾ ആണെന്നുള്ളത് നമുക്ക് കിച്ചണിൽ തന്നെ പോയി നോക്കിയിട്ട് ചോദിക്കാം. ഓക്കെ, നമസ്കാരം. ഏത് ഫിഷുണ്ട് ഫ്രഷായിട്ട്? നമുക്ക് ചെമ്പല്ലിയുണ്ട്, വെള്ളപ്പാരയുണ്ട്, ഓക്കെ ഓക്കെ ഓക്കെ. നല്ല ഒരു ഫിഷ് എടുക്കും. നമുക്കൊന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തെടുക്കാം. ഇതെന്ത് ഫിഷാ? ചെമ്പല്ലി എന്ന് പറയും. ചെമ്പല്ലി അല്ലേ? ഇത് എന്ത് ചെയ്താൽ റോസ്റ്റോ ഫ്രൈയോ മസാല എന്തല്ല? ഓ, റോസ്റ്റ് ആയിരിക്കും നല്ലത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ഒന്ന് റോസ്റ്റ് ചെയ്യണം. പിന്നെ നമുക്ക് എന്തുണ്ട്? വേറെ വെള്ളപ്പാര എന്ന് പറയുന്ന മീനുണ്ട്. വെള്ളപ്പാരയുണ്ട് അല്ലേ? അല്ലേ കൊഞ്ചുണ്ട്. കൊഞ്ച്. അപ്പോൾ നമുക്ക് അപ്പമൊക്കെ കഴിക്കുമ്പോൾ ഒരു ഗ്രേവി ഉള്ളത്. അപ്പോൾ കൊഞ്ച് റോസ്റ്റ്, ഫ്രഷ് കൊഞ്ച്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് എന്തായാലും മസാല ഇട്ട് റോസ്റ്റായിട്ട് എടുക്കാം. അപ്പോൾ നമുക്കൊന്ന് റോസ്റ്റ് എടുക്കാം. ഓക്കെ, റോസ്റ്റ്. അപ്പോൾ നമ്മളിന്ന് ചെമ്പല്ലി റോസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ കാണുമല്ലോ? ഫിഷിൻ്റെ ഗ്രേവിയാണ്. അല്ല, ഇതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് സലാഡെല്ലാം ഇട്ട് തരും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ വന്നപ്പോൾ ഞാൻ വീണ്ടും വരാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിച്ചൺ കാണാം. ഓപ്പണായിട്ട് അവർ കുക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം, സാധനങ്ങൾ വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ എത്രത്തോളം ഇതൊരു നീറ്റായിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടുക്കിയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്ക് കാണാം ഇവർ എങ്ങനെയാണ് ചെയ്യുന്നതെല്ലാം കാണാം. എൻ്റെ നാട് തൊടുപുഴയാണ്. ഓ, ഇടുക്കിക്കാരനാണ്. ഇടുക്കിക്കാരനാകുമ്പോൾ നമ്മൾ അവിടുത്തെ സ്റ്റൈലിൽ തന്നെയാണ് നമ്മുടെ ഫുഡ് എല്ലാം ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ട്. ചിക്കനുണ്ട്, ബീഫുണ്ട്, മട്ടനുണ്ട്, കൊഞ്ചുണ്ട്, കണവയുണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാം ബിരിയാണി ആണെങ്കിൽ നമ്മുടെ അവിടുത്തെ ഇടുക്കി സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഞങ്ങൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പോവുകയാണ്. അപ്പോൾ ഇടയ്ക്കുള്ള ഫുഡെല്ലാം ടേസ്റ്റ് ചെയ്യും, സ്ഥലങ്ങളെല്ലാം കാണും. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഹയത്തിൽ പോയി ഫുഡ് കൊടുത്തു. അവരെല്ലാം കുക്ക് ചെയ്യുന്നതെല്ലാം. അതെ അതെ അതെ. അപ്പോൾ ഞാൻ വിചാരിച്ച് അന്ന് വന്നപ്പോൾ ഞാൻ കണ്ടതാണ് ഒരു ഫ്രഷ് ഫിഷ് എടുത്തൊക്കെ ചെയ്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങളെ ഒന്ന് ക്യാമറയിൽ കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ആൾക്കാരെല്ലാം കാണുമല്ലോ. അപ്പോൾ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫുഡ് കൊടുത്താൽ എപ്പോഴും ആൾ വരും. നല്ല ഫുഡ് കൊടുക്കണമല്ലോ. അല്ല, നല്ല ഫുഡാണ് കൊടുക്കാനുള്ളത്. പൈസ മേടിക്കുന്നുണ്ടല്ലോ. അല്ല, തീർച്ചയായിട്ടും. എപ്പോഴും ഫുഡെന്ന് പറയുന്നത് ആഹാരം നമ്മളെ ശരീരത്തോട് ചേരുന്ന ഭാഗമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓപ്പൺ കിച്ചനും
മര്യാദയ്ക്ക് ഫുഡ് കൊടുക്കുന്ന സ്ഥലത്ത് നമ്മൾ എപ്പോഴും വീണ്ടും വീണ്ടും വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ഇനി എന്തായിരിക്കും? കൂടെ കഴിക്കാൻ അപ്പമുണ്ട്. അപ്പം ചൂടപ്പം പുട്ട്, എനിക്ക് കപ്പയുണ്ട്. ഓക്കെ. എനിക്ക് ചൂടപ്പം മതി. അതിൻ്റെ കൂടെ ഉണ്ടല്ലോ ചൂടപ്പവും മറ്റേ കൊഞ്ചും നമ്മൾ ഇനി ഉണ്ടാക്കുമല്ലോ. കൊഞ്ച് നമ്മളിപ്പം ലൈവ് തന്നെ അടിക്കുക. അത് ഒരു സാധനം അടിപ്പിക്കുന്നില്ല. നമ്മളെല്ലാ സാധനം ഓർഡർ പ്രകാരം അപ്പോഴേ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പം കഴിക്കാൻ കുറച്ച് ടേസ്റ്റി ആയിരിക്കും. ഗ്രേവി സലാഡൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ. ഇത് നമ്മൾ മുമ്പ് വെച്ച് തന്നെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും എന്തെല്ലാം മസാലകളാണ് ഇടുന്നതും. മസാലകളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. മുളക്, ഇത് കാശ്മീരി ചില്ലി കാണാം. കൊറിയാണ്ടറാണ്. ഓക്കെ. മഞ്ഞൾ, ഗരം മസാല, ഓക്കെ. അത് ഫിഷ് ഗ്രേവിയാണ് ഒഴിച്ചിരിക്കുന്നത്, അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഏതായാലും ഫിഷിൻ്റെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊഞ്ച് റോസ്റ്റാണ്. അപ്പോൾ ഫ്രഷ് കൊഞ്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് റോസ്റ്റ് ചെയ്ത് നമ്മുടെ കഴിഞ്ഞാൽ അതിനോടൊപ്പം കുറച്ച് അപ്പവും കൂടെ മേടിച്ച് കഴിച്ചാൽ വൈകിട്ടത്തെ ആഹാരം അത് മതി. ടൂ മച്ച് ആക്കേണ്ടെന്ന് വിചാരിച്ചാണ്. എല്ലാ മീറ്റും കിട്ടും ഇവിടെ. ചിക്കൻ ഫ്രൈ, മട്ടൺ എല്ലാം കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ പ്രിഫർ ചെയ്യുന്നത് വൈകുന്നേരത്ത് ഇതും കുറച്ച് അപ്പവും. കൊഞ്ച് റോസ്റ്റ്, ഇത് മതിയല്ലോ.
ഉപ്പായിരിക്കും അല്ലേ? ഉപ്പ്, ചില്ലി, പെപ്പർ. ഓ, ബ്ലാക്ക് പെപ്പർ. മല്ലി, ജീരകം, ഗരം മസാല. ഓക്കെ. ഇത് കാട ഫ്രൈ ആണ്. കാട ഫ്രൈ അങ്ങനെ എല്ലായിടത്തും കിട്ടത്തില്ല. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇടിയിറച്ചിയും കിട്ടും. ഇടിയിറച്ചിയാണ് ഈ ഇരിക്കുന്നത് അല്ലേ? ഇടിയിറച്ചിയാണ് ഈ ഇരിക്കുന്നത്. ഇടിയിറച്ചിയാണ്. ഇടിയിറച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുക്കിയിലുള്ള ഐറ്റംസ് ആണ്. ഓ, ഇടുക്കിയുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ഓ, ഇടിയിറച്ചിയുണ്ട്. ഇടിയിറച്ചിയുണ്ട്, 65 ഉണ്ട്, ചില്ലി ചിക്കൻ ഉണ്ട്, ബട്ടർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ഗാർലിക് ചിക്കൻ, പെപ്പർ ചിക്കൻ, കടായി ചിക്കൻ. ഇത് BDF ആണ്. നമ്മൾ എല്ലാ സ്ഥലത്തും ഇല്ല ഈ BDF. ഓ, അതെന്താണത്? ബീഫ് ഫ്രൈ എന്ന് പറയും. ഓ, ബീഫ് ഫ്രൈ ആണ്. ഓക്കെ. പിന്നെ അത് 65. ഓ, 65. അത് ചിക്കൻ ഫ്രൈ ആണ്. പിന്നെ ബട്ടർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ഗാർലിക് ചിക്കൻ, പെപ്പർ ചിക്കൻ, കടായി ചിക്കൻ, പിന്നെ ഡ്രാഗൺ ചിക്കനൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് അന്നേരം പറഞ്ഞ് ഓർഡർ പ്രകാരം അന്നേരം അടിക്കുക. അപ്പോൾ ഏതായാലും ഇവിടെ വന്നത് നന്നായി. നമുക്ക് ഇത്രയും ഫുഡുകൾ നമുക്ക് ട്രൈ ചെയ്തില്ലെങ്കിലും നമ്മൾ ഫിഷാണ് ട്രൈ ചെയ്യുന്നത്. ഫിഷ് തന്നെ ഒരു സ്പെഷ്യാലിറ്റി അല്ലേ? ഇവിടെ കഴിഞ്ഞാൽ ഫ്രഷായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതായാലും ഒന്ന് കഴിച്ചിട്ട് ഇതിൻ്റെ ഒരു അഭിപ്രായം പറയാം. ഓക്കെ. അപ്പം, ഓക്കെ, ഫിഷ്, ഓക്കെ. അപ്പോൾ ഇത്രയും ഉണ്ട്. നമുക്ക് ഏതായാലും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം എത്തിയിരിക്കുകയാണ്. വിചാരിക്കേണ്ട ഇതെല്ലാം ഞാൻ കഴിക്കാൻ പോകണമെന്ന്. എൻ്റെ കൂടെ 2-3 പേരും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കിത് 3-4 പേരും കൂടി കഴിക്കാൻ പോവുകയാണ്. ഇത് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് നമുക്ക് കാണാമല്ലേ എങ്ങനെയാണ് ചെയ്യുന്നു എന്നുള്ളത്, എങ്ങനെയാണ് ഇടുന്നതെന്നൊക്കെ ഉള്ളതുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വളരെ നീറ്റായിട്ട് വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നിയുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഏതായാലും കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം. നമുക്ക് ഈ അപ്പവും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഗ്രേവി നല്ല രസമാണെന്ന് തോന്നുന്നു, കണ്ടിട്ടുണ്ട്. ഈ ഇടുക്കിയിലെ ഫുഡ് വളരെ ഗംഭീരമായിരുന്നു. വരുമ്പോഴത്തേക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നിങ്ങൾ പറയുന്ന കണക്ക് അവർ ഉണ്ടാക്കി തരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏതായാലും ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഇത് കഴിച്ചു. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്.